ഇപ്പം വാട്സപ്പിൽ നിങ്ങൾക്ക് ഒരേ മെസ്സേജ് പല ആൾക്കാർക്കും അയക്കണം എന്നുണ്ടെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് റെഡിയാക്കിയിട്ട് അതിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഇതുപോലെ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ റെഡിയാക്കിയതിന് ശേഷവും നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ അതിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലോട്ട് എങ്ങനെ നമുക്ക് കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പം എൻ്റെ കേസിൽ ഇതാണ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്. ഇപ്പം സൈഡിൽ ഇങ്ങനെ ഒരു ചിഹ്നം കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ എത്ര പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളതെന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു 2 പാർട്ടിസിപ്പൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് എന്നുള്ളത് കാണാൻ പറ്റും. ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ആണെന്നുള്ള കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് പാർട്ടിസിപ്പൻസ് എന്നുള്ളത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു കോൺടാക്റ്റും കൂടി ആഡ് ചെയ്യാണ്. എന്നിട്ട് ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം 3 ആൾക്കാർ ഇതിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഇപ്പം ബാക്ക് അടിച്ച് നോക്കിയാൽ 3 റെസിപ്പിയൻസ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലോട്ട് കൂടുതൽ കോൺടാക്ട്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.